നാളെ നിലമ്പൂരിൽ കേരളം മുഴുവനും കാത്തിരിക്കുകയാണ്. വോട്ടെണ്ണലാണ്, ആര് ജയിക്കും എന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് ജനങ്ങളെല്ലാം തന്നെ. കാരണം നിലമ്പൂരിലാണ് തെരഞ്ഞെടുപ്പെങ്കിലും കാത്തിരിക്കുന്നത് മലയാളികൾ മുഴുവനും ഉണ്ട്. കാരണം ഉപതെരഞ്ഞെടുപ്പാണ്, പക്ഷെ നിർണായകമാണ്. LDF വിരുദ്ധത ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഉള്ളത് കൊണ്ട് തന്നെ എന്തായിരിക്കും എന്നുള്ളതാണ് അവിടെ ജനം നോക്കിയിരിക്കുന്നത്. ശരിക്കും മുന്നണികളെല്ലാം മുൾമുനയിൽ തന്നെയല്ലേ? ഈ മത്സരം ശരിക്കും LDFും UDFുമായിട്ടാണ് ശക്തമായ മത്സരം നടക്കുന്നത്. അതിനകത്ത് ഒരു നിർണായക ശക്തിയായിട്ട് മാറുകയാണ് PV അൻവർ. പിന്നീടുള്ളത് NDA മുന്നണിയുടെ സ്ഥാനാർത്ഥി BJPയുടെ. അത് വലിയ നിർണായക ശക്തിയൊന്നും ആകുന്നില്ല. അവർ പഴയതുപോലെ 2021 പിടിച്ച വോട്ട് തന്നെ അവർ നിലനിർത്തും, അല്ലെങ്കിൽ ഒരു നേരിയ വ്യത്യാസം ഉണ്ടാകും. കുറയത്തില്ല, കൂടുകയായിരിക്കും ചെയ്യുന്നത്. കാരണം BJP അത്രത്തോളം സ്പേസ് കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ്. അത് കൂട്ടാനേ അവർ ശ്രമിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ LDFും UDFും തമ്മിലുള്ള മത്സരത്തിൽ തുടക്ക സമയത്ത് നമ്മൾ കണ്ടത് അൻവർ അത്രയും അങ്ങോട്ട് കയറി പിടിക്കുന്നില്ല. പക്ഷേ അവസാന നിമിഷത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ അൻവർ അവിടെ വലിയ നിർണായക ശക്തിയായി മാറി. അൻവർ പിടിക്കുന്ന വോട്ട് ആർക്കായിരിക്കും കൂടുതൽ പരിക്കേൽക്കുക എന്നുള്ളത് വലിയ ചിന്തയാണ്. അത് LDFന് വലിയ ഷോക്ക് ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഈ UDFിൻ്റെ കണക്ക് കൂട്ടൽ ഒരു 20,000 വരെ ഭൂരിപക്ഷത്തിലേക്ക് പോകാം. 15 മുതൽ 20 വരെ. അവർക്കവിടെ എന്തായാലും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിനും ഒരുപോലെ സ്വാധീനമുള്ള മണ്ഡലമാണ് നിലമ്പൂർ. ഭാവിയിൽ ഇത് മുസ്ലിം ലീഗിൻ്റെ കൈകളിലേക്ക് പോകും ഈ നിലമ്പൂർ മണ്ഡലം. ഇത്രയും കാലമൊക്കെ പോകാതെ ഇങ്ങനെ നിന്നത് ആര്യാടൻ മുഹമ്മദിൻ്റെ ഒരു കേമത്വം കൊണ്ട് മാത്രമാണ്. ആര്യാടൻ മുഹമ്മദും ലീഗുമായിട്ട് വലിയ സ്വരച്ചേർച്ചയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ലീഗ് ഇത്തവണ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചവിടെ ഷൗക്കത്തിന് വേണ്ടി. കാരണം ലീഗിനൊരു അഭിമാന പോരാട്ടമാണ്. കാരണം 2026 അധികാരത്തിൽ വരണം. ഈ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് അവർ അതിനുള്ള ഒരു ചൂണ്ടുപലക, ഒരു മുന്നോടിയായിട്ട് കേരളം മുഴുവൻ ഒരു UDF തരംഗമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നിലമ്പൂരിൽ നിന്നുള്ള വിജയം തുടക്കം കുറിക്കണം. അങ്ങനെയാണ് ലീഗ് പ്രവർത്തിച്ചത് മുഴുവൻ. കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനവും. അതുകൊണ്ട് തന്നെ ആ വോട്ട് പോകാതെ, മുസ്ലിം വിഭാഗത്തിലെ വോട്ട് പോകാതെ നിർത്താനായിട്ട് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിന് കഴിയും എന്നുള്ളതാണ്. നാളെ വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ അത് പ്രധാനമായിട്ടും ഏറ്റവും വലിയ പഞ്ചായത്തും കൂടുതൽ വോട്ടർമാരുള്ളതുമായ വഴിക്കടവ് പഞ്ചായത്തിൽ നിന്നായിരിക്കും ആദ്യത്തെ വോട്ടെണ്ണുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുണ്ട്. അവിടെ അൻവർ അവിടെ കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. വഴിക്കടവിലും ചുങ്കത്തറയിലുമാണ് അൻവർ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. പിന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു സ്വാധീനമുള്ള ഒരിടം കൂടിയാണ് വഴിക്കടവ്. അതുകൊണ്ട് UDFന് അവിടെ കൂടുതൽ വോട്ട് പിടിക്കാം എന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. ഇനിയും ഇവിടെ എങ്ങാനും ഒന്ന് അടി പതറിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഈ 15,000 വോട്ട് വരെ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പറയുന്ന UDFിൻ്റെ കണക്ക് കൂട്ടൽ തെറ്റും. ആദ്യ വോട്ടെണ്ണുന്നത് വഴിക്കടവ് പഞ്ചായത്തിലാണ്. വഴിക്കടവ് പഞ്ചായത്തിലെ ലീഡ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാം നിലമ്പൂരിൽ ആരാണ് വിജയിക്കുന്നത്. ഷൗക്കത്തിന് അവിടെ നല്ല ലീഡ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ പറയാം നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു എന്ന് തന്നെ പറയാം. അവിടെ അടി പതറിക്കഴിഞ്ഞാൽ സംഗതികളെല്ലാം മാറും. ഈ മറിച്ച് വഴിക്കടവിൽ കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയാൽ ഇവരിപ്പോൾ കണക്ക് കൂട്ടുന്ന ഈ 15,000 20,000 ആണല്ലോ ഭൂരിപക്ഷം പറയുന്നത്, അത് പിന്നെയും കൂടാൻ സാധ്യതയുണ്ട്. വഴിക്കടവ് ഒരു നിർണായകമായിട്ടുള്ള ഇടമാണ്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടാമത് വോട്ടെണ്ണുന്നത് ലീഗിൻ്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള മൂത്തേടം പഞ്ചായത്തിലാണ്. ആദ്യത്തെ വഴിക്കടവാണ്. അവിടെയും ലീഗിന് സ്വാധീനമുണ്ട്. മൂത്തേടം പഞ്ചായത്ത് എന്ന് പറയുന്നത് ലീഗിൻ്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ കുറഞ്ഞത് ഒരു 2,500 വോട്ടിൻ്റെ ഭൂരിപക്ഷം UDF കണക്ക് കൂട്ടുന്നുണ്ട്. കാരണം ലീഗിന് ശക്തി കേന്ദ്രമായതുകൊണ്ട്, ലീഗിൻ്റെ നല്ല പ്രവർത്തനവുമാണ്.
കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും, അതായത് 2016-ലും 2021-ലും UDF പിന്നോട്ട് പോയപ്പോൾ കാര്യമായി പിടിച്ചു നിന്നത് മൂത്തേടം പഞ്ചായത്തിലാണ്. 2016-ലും 2021-ലും അൻവറാണല്ലോ വിജയിച്ചത്. അൻവറിന് വന്നിട്ട് 2700 വോട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭൂരിപക്ഷം. അപ്പോൾ അന്ന് UDFന് തകർച്ച ഉണ്ടായ സമയത്ത് പോലും ഈ മൂത്തേടം പഞ്ചായത്ത് UDFന്റെ കൂടെ നിന്നു എന്നുള്ളതാണ്. ഇത്തവണ അത് പിന്നെ എടുത്തു പറയേണ്ട കാര്യമാണല്ലോ. മൂത്തേടം പഞ്ചായത്ത് കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി വഴിക്കടവും മൂത്തേടവും കൈവിട്ടാൽ UDF അടിപതറും. വഴിക്കടവും മൂത്തേടവും തീർച്ചപ്പെടുത്തും നിലമ്പൂരിൽ ആര് വേണം എന്നുള്ളത്. അവിടെ ഈ 2ഇടവും വിട്ടുകഴിഞ്ഞാൽ അടിപതറിയാൽ ഇപ്പോൾ CPM കണക്ക് കൂട്ടുന്നത് ഒരു 2000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സ്വരാജ് വിജയിക്കുമെന്നാണ്. അതിനപ്പം ശക്തി കൂടും. CPM കൃത്യമായി കണക്കെടുത്ത് വച്ചിരിക്കുകയാണ് 1630 വോട്ടിന് വിജയിക്കുമെന്ന്. ഞാനതൊരു റൗണ്ട് ഫിഗർ ആക്കി അങ്ങ് പറയുകയാണ്. 2000 വോട്ടിന് വിജയിക്കുമെന്ന് അവർ ഉള്ളതിന് ശക്തി കൂടും. അപ്പോൾ വഴിക്കടവും മൂത്തേടവുമാണ് UDFന് തുണയായിട്ടുള്ളത്. അവിടെ വോട്ട് വിഹിതം കൂടുമ്പോൾ തന്നെ നമ്മൾ ഷൗക്കത്ത് കൂടുതൽ വോട്ട് പിടിക്കുകയാണ്. മനസ്സിലാക്കിക്കോണം, കണക്ക് കൂട്ടിയതിൽ നിന്ന് വളരെ കൂടുതലായിട്ട് വോട്ട് ഭൂരിപക്ഷം ഉയരും എന്നുള്ളത്. പിന്നെ അൻവർ ഇവിടെ എത്രത്തോളം വോട്ട് പിടിക്കുന്നു എന്നുള്ളത് നമ്മൾ നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണ്. അൻവർ പിടിക്കുന്ന വോട്ട് LDFന് വലിയ പരിക്ക് ഏൽപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ മണ്ഡലത്തിൽ നമ്മൾ ഓർക്കണം, പ്രധാനമായിട്ടും അൻവർ മാത്രമാണ് ജനകീയ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഇസ്രായേലിലും ഇറാനിലും ഗാസയിലും ഒക്കെ പോയിരുന്നു എന്നുള്ളതാണ്. അൻവർ പറഞ്ഞത് ഗാസയിൽ മനുഷ്യർ ചിലപ്പോൾ അവിടെ യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തുല്യമായ യാതനയാണ് വഴിക്കടവിൽ നിലമ്പൂർ മണ്ഡലത്തിലുള്ളവരും അനുഭവിക്കുന്നത്. വന്യമൃഗങ്ങൾ ശല്യത്തിൽ അവിടെ മനുഷ്യനെ തോക്കും ബോംബും കൊണ്ട് കൊന്നൊടുക്കുമ്പോൾ ഇവിടെ നിലമ്പൂരിലെ വന്യമൃഗങ്ങളുടെ ശല്യത്താൽ മനുഷ്യജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയമാണ് അൻവർ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിന് അൻവറിന് വലിയ പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഞാൻ ചോദിച്ചോട്ടെ, നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഗാസയിലെ കാര്യങ്ങളും ഇറാനിലെ കാര്യങ്ങളും അറിയണം. പക്ഷെ അവൻ്റെ വീട്ടിലെ അടുക്കള പുകയുണ്ട്, അതാണ് ഏറ്റവും പ്രധാനം. അത് പറയുന്നതിന് പകരം ഈ CPMകാർക്ക് യാതൊരു ഉളുപ്പുമില്ലെന്നുള്ളതാണ്. ഈ ഇറാൻ ഇസ്രായേൽ കാര്യങ്ങളാണ് സ്വരാജും MA ബേബിയും ഒക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഒരു തിരിച്ചടി ഉണ്ടാക്കും. അപ്പോൾ UDFന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ നിരവധി നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ട്. അപ്പോൾ 2 പഞ്ചായത്തുകളായിരിക്കും തീർച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവർ ആ 2 പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തനവും നടത്തി. മുസ്ലിം ലീഗ് വളരെ ശക്തമായ പ്രവർത്തനമാണ് നിലമ്പൂരിൽ കാഴ്ചവെച്ചത് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ. കുഞ്ഞാലിക്കുട്ടി ശരിക്കും ഒരു ക്യാമ്പയിൻ മാനേജരായിട്ട് തന്നെ നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അവിടെ UDFന് വിജയമുണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് അവകാശപ്പെടാവുന്നത് മുസ്ലിം ലീഗിന് തന്നെയായിരിക്കും.